പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ എൻ്റെ സ്നേഹമുള്ള കൂട്ടുകാർക്ക് നേർച്ചാൽ പെന്തക്കസ്ത പുത്തൻ പെന്തക്കസ്ത ജാലയ്ക്കായുള്ള ധ്യാനാത്മകമായ വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ വന്നപ്പോൾ അവൻ ശക്തി പ്രാപിക്കുന്നു. അവൻ സിംഹത്തെ ചീന്തിക്കളയുന്ന ശക്തി. അവൻ ഒരാട്ടിൻകുട്ടിയെ എന്ന പോലെയാണ്. ആട്ടിൻകുട്ടി സിംഹത്തെ പിച്ച് ചീന്തുന്ന ശക്തിയെക്കുറിച്ച് ഒന്ന് നമുക്ക് ചിന്തിക്കാം. എന്തുമാത്രം ശക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചപ്പോഴാണ് ആട്ടിൻകുട്ടിയെ പോലിരുന്നവൻ സിംഹത്തെ പിച്ച് ചീന്താനുള്ള ശക്തി പ്രാഭവം ലഭിക്കുന്നത്. ഈ സിംഹം നമുക്കറിയാം, സാത്താന്റെ ചെയ്തികൾക്ക് സമാനമായ ശക്തി. ആട്ടിൻകുട്ടി നമുക്കറിയാം, നാം ഇപ്പോൾ പെസഹ കാലത്തിൽ ആഘോഷിച്ച ആട്ടിൻകുട്ടി. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ വിളിച്ചത് കർത്താവായ യേശുവിനെ നോക്കിയാണ്. ഈ ആട്ടിൻകുട്ടിയാണ് സിംഹത്തിന്റെ ഗർജനത്തെ പോലെ മനുഷ്യ മക്കളെ ഇല്ലാതാക്കുന്ന അന്ധകാര ശക്തി, പൈശാചിക ശക്തി, സാത്താൻ. ഈ ആട്ടിൻകുട്ടിയെ പോലെയുള്ള കർത്താവിൻ്റെ ശക്തി പ്രഭവം അന്ധകാര ശക്തിയെ നിഷ്കാസനം ചെയ്യും, ഇല്ലാതാക്കും. ഇതേ ശക്തി തന്നെയല്ലേ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് എന്നിൽ ആവസിച്ചപ്പോഴും എനിക്കുണ്ടായത്. സാംസന്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആവസിച്ചു. മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഗ്നി ശക്തമായി എന്നിൽ ആവസിക്കുന്നത് ഒരു തരത്തിൽ സ്ഥൈര്യലേപനം ഞാൻ സ്വീകരിക്കുമ്പോൾ, കാരണം മാമോദീസ സ്വീകരിച്ച സമയം എനിക്ക് വിവേകമുള്ള പ്രായമല്ലല്ലോ, ഓർമ്മശക്തിയുള്ള പ്രായമല്ലല്ലോ. എന്നാൽ സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ എനിക്ക് വിവേകത്തിലുള്ള പ്രായമായി, വിവേകം നന്മ തിന്മ തിരിച്ചറിയേണ്ട പ്രായമായി. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ ആവസിക്കുന്നതിൻ്റെ സവിശേഷത എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. എൻ്റെ ബുദ്ധിശക്തി, എൻ്റെ ഓർമ്മശക്തി, എൻ്റെ എല്ലാ കഴിവുകളും ഈ സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്ഥൈര്യലേപനം സ്വീകരിക്കുമ്പോഴുള്ള കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി എന്നിൽ ആവസിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ഞാൻ ആട്ടിൻകുട്ടിയെ പോലെ ഇരിക്കുന്ന ഞാൻ ഈ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജ്വലിക്കുന്ന വ്യക്തിയായി മാറും. സാത്താന്റെ ശക്തി, സിംഹത്തിന്റെ ശക്തി, മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ സിംഹത്തെ കൊല്ലാനായി ആട്ടിൻകുട്ടിക്ക് പറ്റില്ല. എന്നാൽ ഇവിടെ ആത്മാവിന്റെ ശക്തി സാംസനിൽ വന്നു നിറഞ്ഞപ്പോൾ അവൻ സിംഹത്തെ പിച്ച് ചീന്തിക്കളയുക. എൻ്റെ ഉള്ളിൽ ഈ ആത്മാവിന്റെ ശക്തിയാണ് എനിക്ക് ലഭിക്കുന്നത്. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ഓരോരോ കൗദാശിക ജീവിതവും ഞാൻ സ്വീകരിക്കാൻ പോകുമ്പോൾ ഈ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, സ്ഥൈര്യലേപനത്തെ സ്ഥിരീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്നുകൂടെ എന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നിൽ ശക്തിപ്പെടുത്തുകയാണ്. ഈ ശക്തിയാണ് എൻ്റെ ജീവിതത്തെ സിംഹത്തിന് തുല്യമായ അന്ധകാര ശക്തിയെ പിച്ച് ചീന്താനായി ഇടയാക്കുന്നത്. ആ ശക്തിയാൽ നിറഞ്ഞ നമുക്ക്
പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയാൽ നിറഞ്ഞ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ ആവാസം ചെയ്ത വലിയ രഹസ്യം ഓർത്തുകൊണ്ട് ആ ശക്തിയിൽ മാത്രം ആശ്രയിച്ച് അന്ധകാര ശക്തി, എന്തുമാത്രം വലിയ ശക്തിയാണ് അന്ധകാര ശക്തിയായ സാത്താനുണ്ടെങ്കിലും അവയൊക്കെ ആത്മാവിൻ്റെ ശക്തി എന്നിൽ ആവാസം ചെയ്യുമ്പോൾ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ, പിച്ച് ചീന്താൻ എനിക്ക് കൃപയുണ്ടാകും, ശക്തിയുണ്ടാകും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പുത്തൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക്, ആ ജ്വാലയിലേക്ക് നമ്മെ നയിക്കട്ടെ. ആമേൻ. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ